രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ആദ്യത്തെ കുട്ടിയെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റി അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ ആക്കുക, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത് ആക്കുക. ഇതെല്ലാം അബാൻഡൻമെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഒരുപാട് നാളത്തേക്ക് ഒരുപാട് സമയത്തേക്ക് പാരൻ്റ് ഇല്ലാതിരിക്കുക. വളരെ കുഞ്ഞു നാളിലെ കുട്ടികളെ ബോർഡിംഗ് സ്കൂളിലേക്ക് ആക്കുക. അപ്പം അമ്മ എന്ന് പറയുന്നത്, അച്ഛനേക്കാളും ഉപരി അമ്മ എന്ന് പറയുന്ന ഒരു സേഫ് സ്പേസ് ആണ്. എൻ്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, മദർ ഈസ് ദ കീ. അമ്മയാണ്, അമ്മയുടെ അടുത്ത് നിന്നാണ് കാര്യങ്ങളെല്ലാം. നമ്മളുടെ അറ്റാച്ച്മെൻറ്റിൻ്റെ രീതി, സ്റ്റൈൽസ് തൊട്ട് നമ്മളുടെ എല്ലാ മുറിവുകളും വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ അങ്ങ് കുറ്റം പറയുകയാണ്. നമ്മുടെ വർക്ക്ഷോപ്സിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ട്. അവിടെ ഒരിക്കലും നമ്മൾ അച്ഛനും അമ്മയും കുറ്റം പറഞ്ഞുകൊണ്ടല്ല ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിനകത്ത് അച്ഛനും അമ്മയുടെയും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അവരുടെ സ്ട്രഗിൾസ് നിന്നുകൊണ്ടാണ് നമ്മളെ വളർത്തിയത്. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമുക്ക് നഷ്ടമായ കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മ, നമ്മളെ മറന്നുപോയ സാഹചര്യം, ആ സാഹചര്യത്തിലെ ഇന്നർ ചൈൽഡിനെ നമ്മൾ ആ ഒരു സേഫ് സ്പേസ് കൊടുക്കുക എന്നതാണ് ജെനുവിൻ ആയിട്ടുള്ള ഇന്നർ ചൈൽഡിൽ പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി പാരൻ്റ് ഉണ്ടായിരിക്കും, 24 hours പാരൻസ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഒരിക്കലും ഒരു ഇമോഷണൽ നീഡ് ഫുൾഫിൽ ആയതായിട്ട് തോന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തും ചെന്ന് അവരോട് പറയാൻ പറ്റില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടായി, നമുക്ക് ഭയങ്കര സങ്കടം വന്നു, നമ്മൾ ഒരാൾ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ നമുക്ക് പേടിച്ചു അപ്പം നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ പാരൻസിൻ്റെ അടുത്ത് പറയാൻ നമുക്ക് തോന്നൂല. മനസ്സിലായില്ലേ? അതായത് അവിടെ ഒരു ഇമോഷണൽ കണക്ട് ഇല്ല, അവൈലബിലിറ്റി ഇല്ല പാരൻ്റ്. ബട്ട് പാരൻ്റ് ഈസ് പ്രസൻറ്റ്. അച്ഛനും അമ്മയുണ്ട്. പേടിയായിരിക്കും ചിലപ്പോൾ അവരോട് എങ്ങനെ പറയും, അവർ തല്ലോ പിന്നെ വഴക്ക് പറയോ എന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ട് ഒരിക്കലും നമുക്ക് അവരോട് പറയാൻ തോന്നില്ല. അവിടെയും ഒരു അബാൻഡൻമെൻറ്റ് ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ഓക്കെ, കാരണം ഇമോഷണലി അവൈലബിലിറ്റി ഇല്ല. ഭർത്താവ് പോയി കഴിഞ്ഞാൽ പിന്നെ എത്തിയില്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നു, അവർ ഫോൺ എടുത്തില്ല, അപ്പം നമുക്ക് പെട്ടെന്ന് അയ്യോ എന്താ ഫോൺ എടുക്കാത്ത,